പ്രിയമുള്ളവരെ, അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് ഒരെണ്ണം വരാൻ പോവുകയാണല്ലേ. അടുത്ത നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് അടുത്തു. 2026 അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തു. അതോടൊപ്പനുബന്ധിച്ച് പല മാധ്യമ സ്ഥാപനങ്ങളും സർവേകൾ നടത്താറുണ്ടല്ലേ. അപ്പോൾ ഇത് ഈ അടുത്ത് സർവേകളൊക്കെ വരും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന സമയത്ത് ഞാനൊരു 2 വാർത്തകൾ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ആ ഒരു വാർത്തകളുടെ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആദ്യത്തെ സ്ക്രീൻഷോട്ട് ഇതാണ്. അതായത് ഇത് റിപ്പോർട്ടർ ചാനലിന്റെ സ്ക്രീൻഷോട്ടാണ്. അതായത് കേരളത്തിലൊരു സർവേയുമായി, ഇലക്ഷൻ സർവേ ഒന്നുമല്ല, വേറെ സർവേയുമായി ബന്ധപ്പെട്ട് അതോടനുബന്ധിച്ച് തന്നെ മാതൃഭൂമി ഇന്ന് കൊടുത്തൊരു ഇതുണ്ട്, അവർ ഓൺലൈൻ മീഡിയാസിൽ കൊടുത്തൊരു ഇതുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് കണ്ടു നോക്കും. ഇപ്പോൾ നിങ്ങൾ 2 വാർത്തകളും കണ്ടില്ല. ഈ 2 വാർത്തകളെ കുറിച്ചുമാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഇത് കാണാത്തവർക്കായി, അറിയാത്തവർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ താഴെ വന്ന് ഒരു എന്നെ തെറിയൊന്നും പറയരുത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, തീർച്ചയായും അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. കേരളത്തിൽ കുറച്ച് നിഷ്പക്ഷവാദികളുണ്ടെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നിഷ്പക്ഷവാദികൾ എന്ന് പറയുന്നില്ല, എല്ലാം നോക്കിയേ കണ്ടിട്ട് അതൊക്കെ നോക്കുന്ന ഒരാൾ, അതായത് വ്യക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതോ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നല്ലത് ചെയ്താൽ ഉറപ്പായിട്ട് അംഗീകരിക്കും. അവർ കാര്യമാണ്. അപ്പൊ നമ്മൾ വേറെ ഒരു ഇൻഫർമേറ്റീവ് ആയതും സമകാലീനകളുമായ വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇതൊരു സമകാലീന ഒരു വാർത്തയാണെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒക്കെയാണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. അതിന്റെ പേരിൽ മാത്രം ഈ വാർത്ത നിങ്ങളുമായി അറിയുവാൻ വേണ്ടി, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ഷെയർ ചെയ്യുന്നുള്ളൂ. എന്നാരും ചീത്ത പറയരുത്. അപ്പൊ ആദ്യം റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ ശൈലജ ടീച്ചറിനും ശശി തരൂരുമാണ് കൂടുതൽ പിന്തുണ, പിണറായി വിജയന് കുറച്ച് പിന്തുണ എന്നൊക്കെ ഉള്ള ഒരു റിപ്പോർട്ടറിന്റെ ഒരു വാർത്തയാണ്. റിപ്പോർട്ടർ ചാനലിന്റെ ഓൺലൈൻ വാർത്തയാണ് കാണുന്നത്. അത് നിങ്ങൾ വായിക്കാം. അതായത് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിക്കുള്ളൂ. കേരളത്തിൽ LDF ഗവൺമെന്റിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ളതായി സർവേ ഫലം. സ്വകാര്യ ഗവേഷണ സംവിധാനമായ വോട്ട് വൈബ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യമുള്ളത് എന്നാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 47.9% പേരും, അതായത് ഈ UDF അനുകൂലമായി, അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പറഞ്ഞിട്ട് ആണ് റിപ്പോർട്ട് കൊടുത്തത്. ഇതിനകത്ത് UDF പിന്തുണയ്ക്കുന്നവരിൽ 28.3% പേരും ശശി തരൂർ മുഖ്യമന്ത്രിയായി വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പിന്നെ അവരുടെ അടുത്തത് പറയുന്നത്, പിന്നെ കുറച്ച് യുവാക്കളും മറ്റുള്ള പ്രതികരിച്ച 22.47% പേര് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നാണ് ഇത് ഇവരുടെ സർവേയിൽ പറയുന്നതായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടിലുള്ളത്. പിന്നെ 14.5% പേര് VD സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെയും, 17.5% പേരോ 7% പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ പിണറായി വിജയനെയും അനുകൂലിച്ചതായിട്ടാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. ഇനി ഇതിനകത്ത് NDA അതായത് NDA കക്ഷിയിൽ ആരും മുഖ്യമന്ത്രിയായി വരുന്നതിനെ പറ്റിയൊന്നും സർവേയിൽ അഭിപ്രായത്തിൽ ആരും തെരഞ്ഞെടുത്തില്ല എന്നും റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയുണ്ട്. കേരളത്തിൽ പങ്കെടുത്ത 62%, പിന്നെ ഒരു സർവേയിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, 62% പേരും സിറ്റിംഗ് MLA-മാർ തുടരാൻ താല്പര്യപ്പെടുന്നില്ല. സിറ്റിംഗ് MLA-മാർ തുടരാൻ 62% പേരും താല്പര്യപ്പെടുന്നില്ല. 23% പേര് മാത്രമേ സിറ്റിംഗ് MLA-മാർ തുടരണം എന്നുള്ളൊരു അഭിപ്രായമുള്ളൂ. അപ്പൊ ഇതാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരിത്. ഇനിയിപ്പോ നമ്മുടെ മാതൃഭൂമിയുടെ അത് തന്നെ ഈ വാർത്തയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊരു സാധനം ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ അവരുടെ ഒരു പടം തന്നെ ഇതാണ്: മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ഞാൻ തന്നെ. അതായത് ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ഇന്നലെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത വന്നത്, ഇത് ഇന്നാണ് വന്നത്. പക്ഷെ അത് നോക്കാൻ കാരണം ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാര്യം ഇത് കണ്ടപ്പോൾ, ഇതും കൂടി കണ്ടപ്പോൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ഞാൻ തന്നെ എന്നും പറഞ്ഞു സർവേ ഫലം പങ്കുവെച്ച് ശശി തരൂർ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ഞാൻ തന്നെ, സർവേ ഫലം പങ്കുവെച്ച് ശശി തരൂർ. നമ്മളെന്താണ് വാർത്തകൾ വിചാരിക്കുന്നത് അദ്ദേഹം അങ്ങനെ പ്രസ്താവന ഇറക്കിയെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവം. അതായത് അദ്ദേഹം ഈ വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് X-ൽ, അതായത് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ X-ൽ അദ്ദേഹം കയ്യും കൂപ്പി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തുകൊണ്ട് ഈ വാർത്ത, ഈ സർവേ ഫലവും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇവർ മുഖ്യമന്ത്രിയായി. അപ്പൊ അതായത് അതിനകത്ത് കയ്യും കൂപ്പി എന്നിട്ട് എനിക്ക് തന്നെയാണല്ല ഏറ്റവും കൂടുതൽ UDF-ൽ സാധ്യത എന്നാണ്. പക്ഷെ മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് ശശി തരൂരിന്റെ ഓരോ പ്രസ്താവനകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കോൺഗ്രസിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ശശി തരൂർ ചെയ്യുന്നതെന്നും ഒക്കെയാണ് അവർ
മാതൃഭൂമി റിപ്പോർട്ടിൽ പറഞ്ഞാക്കുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, മാതൃഭൂമി റിപ്പോർട്ടിൽ പറഞ്ഞാക്കുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം ഈ വാർത്ത കൂടി ഷെയർ ചെയ്യുമ്പോൾ ഞാനാണ് യോഗ്യനെന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി സർവേയിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ 28% ഇത് തന്നെ വി ഡി സതീശൻ സാറ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഒക്കെ ചെയ്യുന്നത് ഇത്രയും തന്നെ. ഈ ഒരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഏതായാലും ആരൊക്കെ ആയിരിക്കും ഭരണം, ഏതായാലും നല്ലത് ജനങ്ങൾക്ക് മികച്ചത് ചെയ്യുന്ന ആളുകൾ ഭരണത്തിൽ വരട്ടെ, അല്ലെങ്കിൽ മികച്ചത് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിൻ്റെ ഒരു വിശകലനോ അതിൻ്റെ ഒരു മെറിറ്റും ഡീമെറിറ്റും വിശകലനം ചെയ്യാനൊന്നും ഞാൻ ആളല്ല, ഞാൻ അത്രയും എത്തിയിട്ടില്ല. അപ്പൊ ഇതൊരു നല്ല ഒരു വാർത്ത, കുറെ നാളുകളായല്ലോ ഇത്തരം വാർത്തകൾ. അപ്പോൾ ഒരു സമകാലീന വാർത്തകളൊക്കെ ഷെയർ ചെയ്യാമെന്ന് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്തു പോവുകയാണ്. വീണ്ടും അഭ്യർത്ഥിക്കുന്നത് എൻ്റെ ഈ കാര്യത്തിൽ വന്ന് ചീത്ത പറയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വോട്ട് വൈബ് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ ഏജൻസിയാണ് ഈ സർവേ നടത്തിയെന്നാണ് ഇവരെ റിപ്പോർട്ടിലുള്ളത്. അല്ലാതെ ഇതെന്റെ വാക്കുകളല്ല. രണ്ട് മാധ്യമ വാർത്തകളും ഓൺലൈൻ ന്യൂസും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇനി ഞാൻ ഈ ചെയ്തത് ഭയങ്കര ഒരു പാതകമായി പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആരെയും ഒരു രാഷ്ട്രീയപരമായോ വിഷമിപ്പിക്കാനോ ദേഷ്യപ്പെടുത്തുവാനോ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. അപ്പോൾ ഇത്തരത്തിൽ സമകാലീനമായ പല വാർത്തകളുമായും ഇൻഫർമേറ്റീവായ പല വീഡിയോകളുമായും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പം ഞാൻ എൻ്റെ സംസാരത്തിലോ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ സദയം അത് ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും പറയുന്നു, കമന്റ് ബോക്സിൽ എന്നെ ചീത്ത പറയരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം, തീർച്ചയായും ഈ വീഡിയോ ഇത്തരത്തിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വാർത്തകളുമായി ഞാൻ വരും. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യാൻ പറയുന്നത് കാരണമുണ്ട്. ചില ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ചീത്ത പറയുന്നു, നീ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്, സബ്സ്ക്രൈബ്ഷൻ തെണ്ടണം എന്തിനാന്നൊക്കെ ചോദിക്കും ചില ആളുകൾ. അതിന്റെ പേരിൽ പറഞ്ഞു പോയതാണ്. സാധാരണക്കാരെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ അപ്പോൾ ഞാൻ നിർത്തുന്നു. ബൈ.